അമേരിക്ക ഇസ്രായേൽ കൊന്നു തീർത്തിട്ടുള്ള ജനങ്ങളുടെ എണ്ണം ഇനിയും എണ്ണിത്തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവിടെയാണ് ആയത്തുള്ള ഖാംനയുടെ ജനാസ നിസ്കാരവും ബന്ധപ്പെട്ട അന്ത്യ കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി ഈ ലോകം അഥവാ രാജ്യം ഒരുങ്ങുന്നത്. അവിടേക്ക് ക്ഷണിക്കപ്പെട്ട 25ഓളം വരുന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വരികയും അവർക്ക് ആ വിലാപയാത്രയിൽ ഭാഗമായി നിൽക്കുകയും അവരുടെ അനുശോചനത്തിൽ വളരെ കൂടുതൽ ഇറാനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവിടെയൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ ഏതൊക്കെ അറ്റം വരെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണോ പറയുന്നത് അതേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഏതാനും ചില രാജ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഈ സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ മെയിൻ ആളെന്നതിന് പകരം പറഞ്ഞു വിട്ടത് അവിടുത്തെ ഒരു വക്താവ് എന്നുള്ള ഒരാളെയാണ്. അമേരിക്കയും ഇസ്രായേലും എന്തു പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നതൊന്നുകൂടി തെളിയിക്കുകയാണ് ഈ സൗദി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒട്ടനേകം ആളുകൾ വന്നപ്പം ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ചില പ്രധാനികൾ പോകാതെ എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിപ്പോയവർ ആയിരിക്കാം. എന്താണെങ്കിലും അവർ പോകാതെ പേരിനൊരാളെ പറഞ്ഞു വിട്ട രാജ്യങ്ങളും ഇപ്പോൾ ഉണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പേരിനെങ്കിലും ഒരാളെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഇറാൻ ചെറിയ മീനല്ല, അവർ നമുക്കെതിരെയും തിരിയാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ആ രാജ്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും പഴയതുപോലെയല്ല, ഇറാൻ കുറച്ച് പരിഗണന കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇറാനികൾ ഒന്നുകൂടിയും ആത്മാർത്ഥമായിട്ട് രാജ്യസ്നേഹികളാണെന്നും അമേരിക്ക ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊപ്പഗണ്ടയുടെ മേലിലും മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെല്ലുകൊട്ടാരം മാത്രമാണെന്നും മനസ്സിലാക്കാൻ ലോകത്ത് പലർക്കും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു നാളത്തോടുകൂടിയുള്ള ചടങ്ങ് അവസാനിക്കുമ്പോൾ അറിയാം എന്താണ് ഇറാൻ കരുതി വെക്കുന്നത്. ലോകത്തിനു മുമ്പിൽ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. GCC രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് സ്വരുക്കൂട്ടുക, അമേരിക്കയുടെ എങ്ങനെ ആ വലിയ വിലപേശൽ നടത്തും, 14 ഡിമാൻഡ്സുകൾ ഓരോന്നായിട്ട് ലംഘിക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഇവർ മറുപടി പറയുക. എന്താണെങ്കിലും കാത്തിരിക്കാം. ഈ 2 ദിവസം കൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന സമീപനങ്ങളും ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും വളരെ നിർണായകമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പം ഇറാനികൾ വളരെ ഇമോഷണലാണ്. അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം, അവരുടെ ആധ്യാത്മിക നേതാവ് കൊല്ലപ്പെട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. അവസാനം എല്ലാവരെയും കൊണ്ടുവന്നു അതിൻ്റെ മുമ്പിൽ നിർത്തി ഈ അന്ത്യോപചാരങ്ങളൊക്കെ അർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 2 ദിവസം കൊണ്ട് ആ ഒരു പരിപാടി, ആ ചടങ്ങ് അവിടെ ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇറാൻ മറ്റൊരു ലോകത്തെ അവർ ചിന്തിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയായിരിക്കും ഇറാൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ സപ്പോർട്ട് ചെയ്യുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ. അമേരിക്ക ഇസ്രായേൽ കൊന്നു തീർത്തിട്ടുള്ള ജനങ്ങളുടെ എണ്ണം ഇനിയും എണ്ണിത്തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവിടെയാണ് ആയത്തുള്ള ഖാംനയുടെ ജനാസ നിസ്കാരവും ബന്ധപ്പെട്ട അന്ത്യ കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി ഈ ലോകം അഥവാ രാജ്യം ഒരുങ്ങുന്നത്. അവിടേക്ക് ക്ഷണിക്കപ്പെട്ട 25ഓളം വരുന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വരികയും അവർക്ക് ആ വിലാപയാത്രയിൽ ഭാഗമായി നിൽക്കുകയും അവരുടെ അനുശോചനത്തിൽ വളരെ കൂടുതൽ ഇറാനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അവിടെയൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. ഇസ്രായേലിൻ്റെ ഏതൊക്കെ അറ്റം വരെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണോ പറയുന്നത് അതേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഏതാനും ചില രാജ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഈ സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ മെയിൻ ആളെന്നതിന് പകരം പറഞ്ഞു വിട്ടത് അവിടുത്തെ ഒരു വക്താവ് എന്നുള്ള ഒരാളെയാണ്. അമേരിക്കയും ഇസ്രായേലും എന്തു പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നതൊന്നുകൂടി തെളിയിക്കുകയാണ് ഈ സൗദി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒട്ടനേകം ആളുകൾ വന്നപ്പം ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ചില പ്രധാനികൾ പോകാതെ എപ്സ്റ്റീൻ ഫയലിൽ കുടുങ്ങിപ്പോയവർ ആയിരിക്കാം. എന്താണെങ്കിലും അവർ പോകാതെ പേരിനൊരാളെ പറഞ്ഞു വിട്ട രാജ്യങ്ങളും ഇപ്പോൾ ഉണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പേരിനെങ്കിലും ഒരാളെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ ഇറാൻ ചെറിയ മീനല്ല, അവർ നമുക്കെതിരെയും തിരിയാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ആ രാജ്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും പഴയതുപോലെയല്ല, ഇറാൻ കുറച്ച് പരിഗണന കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇറാനികൾ ഒന്നുകൂടിയും ആത്മാർത്ഥമായിട്ട് രാജ്യസ്നേഹികളാണെന്നും അമേരിക്ക ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊപ്പഗണ്ടയുടെ മേലിലും മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെല്ലുകൊട്ടാരം മാത്രമാണെന്നും മനസ്സിലാക്കാൻ ലോകത്ത് പലർക്കും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു നാളത്തോടുകൂടിയുള്ള ചടങ്ങ് അവസാനിക്കുമ്പോൾ അറിയാം എന്താണ് ഇറാൻ കരുതി വെക്കുന്നത്. ലോകത്തിനു മുമ്പിൽ ഇനി എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. GCC രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് സ്വരുക്കൂട്ടുക, അമേരിക്കയുടെ എങ്ങനെ ആ വലിയ വിലപേശൽ നടത്തും, 14 ഡിമാൻഡ്സുകൾ ഓരോന്നായിട്ട്
ലംഘിക്കുമ്പോൾ അതിനെങ്ങനെയാണ് ഇവർ മറുപടി പറയുക? എന്താണെങ്കിലും കാത്തിരിക്കാം. ഈ 2 ദിവസം കൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന സമീപനങ്ങളും ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും വളരെ നിർണായകമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എങ്ങനെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പം ഇറാനുകൾ വളരെ ഇമോഷണലാണ്. അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം, അവരുടെ ആധ്യാത്മിക നേതാവ് കൊല്ലപ്പെട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. അവസാനം എല്ലാവരെയും കൊണ്ടുവന്നു, അതിൻ്റെ മുമ്പിൽ നിർത്തി ഈ അന്ത്യോപചാരങ്ങളൊക്കെ അർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 2 ദിവസം കൊണ്ട് ആ ഒരു പരിപാടി, ആ ചടങ്ങ് അവിടെ ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇറാൻ മറ്റൊരു ലോകത്തെ അവർ ചിന്തിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയായിരിക്കും ഇറാൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.